وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. സൂറത്തുൽ ബഖറയിലെ 76-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഇവിടെ പറയുകയാണ്. ഒന്നാമതായി وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا, ഇവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുൻഫസിൽ ആണ് നിയമം. ആമന്ന ഷദ്ദുള്ള നൂനിൻ്റെ നിയമം 2 ഖദ്ർ മണിക്കലാണ്. وَإِذَا خَلَا بَعْضُهُمْ, അവിടെ ഖാ എന്ന അക്ഷരത്തെ കനപ്പിക്കേണ്ടതുണ്ട്. ഇലാ ബഅദിൻ ഖാലു, തൻവീന് ശേഷം ഖാഫ് വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫ്. തൻവീൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അതുഹദ്ദിസൂനഹും ബിമാ, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. അൽ ഇഖ്ഫാഉ ശഫവിയാണ് നിയമം. അവിടെ മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ലിയുഹാജ്ജൂകും ബിഹി, ഇവിടെ ആദ്യമായി നാം ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ ലാസിം അൽ കലിമി അൽ മുസഖൽ, അതാണ് നിയമം. നിർബന്ധമായും 6 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. അൽ ഇഖ്ഫാഉ ശഫവിയുടെ അക്ഷരമാണ് ബാ. ഇൻദ, അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ലിയുഹാജ്ജൂകും ബിഹി ഇൻദ റബ്ബിക്കും. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين, والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 76-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قَالُوا أَتُحَدِّثُونَهُم بِمَا فَتَحَ اللَّهُ عَلَيْكُمْ لِيُحَاجُّوكُم بِهِ عِندَ رَبِّكُمْ أَفَلَا تَعْقِلُونَ. ഇവിടെ സഹോദരങ്ങൾ, ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വഇദാ ലഖൂ, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖാലു, അവർ പറയുകയായി, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖല, ഒഴിവായാൽ അല്ലെങ്കിൽ തനിച്ചായാൽ, ബഅ്ദുഹും, അവരിൽ ചിലർ, ഇലാ ബഅ്ദിൻ, ചിലരിലേക്ക്, ഖാലു, പറയുകയായി, അതുഹദ്ദിസൂനഹും, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ, ബിമാ ഫതഹ
തുറന്നു തന്നതിനെപ്പറ്റി അല്ലെങ്കിൽ വെളിവാക്കി തന്നതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈക്കും നിങ്ങൾക്ക് ലിയുഹാജ്ജൂക്കും അവർ നിങ്ങളോട് ന്യായവാദം ചെയ്യുവാൻ വേണ്ടി ബിഹി അതിനെപ്പറ്റി അല്ലെങ്കിൽ അതു നിമിത്തം ഇൻദ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അഫലാ തഖിലൂൻ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഇവിടെ സഹോദരങ്ങളെ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം വിശ്വസിച്ചവരെ കണ്ടുമുട്ടിയാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവരിൽ ചിലരിലേക്ക് ഒഴിഞ്ഞു ചെന്നാലാകട്ടെ അവർ പറയും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു വെളിവാക്കി തന്നിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? അതുമായി നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ വെച്ച് നിങ്ങളോട് അവർ ന്യായവാദം നടത്തുവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇതാണ് സൂറത്തുൽ ബഖറയുടെ 76-ാമത്തെ ആയത്തിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലുള്ള യഹൂദികളെ കുറിച്ച് അവരുടെ ചിന്താഗതിയെക്കുറിച്ച് വിമർശിക്കുന്നതാണ് ഈ 76-ാമത്തെ ആയത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ഈ ആളുകൾ അവർ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ പാതയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച സ്വഹാബത്തിന്റെ ആഗ്രഹം, ആ ആഗ്രഹത്തിനൊരു തടയിടാൻ അല്ലെങ്കിൽ മുറിഞ്ഞുപോകുന്ന ഒരു ആഗ്രഹമാണ് അത് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തിലും അതുപോലെ തന്നെ ഈ ആയത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. മുസ്ലിംകൾ പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ യഹൂദികൾ അവർ സത്യവിശ്വാസം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ശരിയായ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രായോഗികമായി അവർ ഇസ്ലാം സ്വീകരിക്കുക എന്നതിന്റെ ഒരു സാഹചര്യം അത് വളരെ വിദൂരമായി സാധ്യതയുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം അള്ളാഹു ഉദ്ദേശിക്കാത്ത ആശയങ്ങൾ അള്ളാഹുവിന്റെ സംസാരങ്ങൾക്ക് കൽപ്പിക്കുന്ന ഈ യഹൂദികൾ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ സംസാരത്തെ ദുർവ്യാഖ്യാനിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഈ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളിൽ, അതായത് മദീനയിലുണ്ടായിരുന്ന യഹൂദികളിൽ അവരുടെ മതത്തിൽ തന്നെയുള്ള ചില ഖബറവിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വിശ്വസിച്ചവരെ കണ്ടുമുട്ടിയാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അതായത് യഹൂദികളിൽപ്പെട്ട ചില ആളുകൾ അവർ സത്യവിശ്വാസികളായ മുസ്ലിമുകളുടെ അടുക്കൽ വന്നാൽ അവരുടെ നാവിൽ നിന്നുള്ള വാക്കുകൊണ്ട് അവർ ഈമാൻ പ്രകടമാക്കുകയാണ്. നാവുകൊണ്ട് അവർ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. വാസ്തവത്തിൽ അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തതാണ് അവർ സംസാരിക്കുന്നത്. ഹൃദയത്തിലില്ലാതെ നാവുകൊണ്ട് മാത്രം ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാൽ വൈദാ ഖലാ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ അവരിൽ ചിലരിലേക്ക് ഒഴിഞ്ഞു ചെന്നാലാകട്ടെ ഖാലൂ അവർ പറയും അതുഹദ്ദിസൂനഹു ബിമാ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജ്ജൂക്കും ബിഹി ഇൻദ റബ്ബിക്കും അഫലാ തഖിലൂൻ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു വെളിവാക്കി തന്നിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? അതുമായി നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ വെച്ച് നിങ്ങളോട് അവർ ന്യായവാദം നടത്തുവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അവർ പരസ്പരം പറയുകയാണ്. അതായത് അവരുടെ മതക്കാരല്ലാത്ത യഹൂദികളല്ലാത്ത മറ്റൊരാളും ഇല്ലാത്ത അവസ്ഥയിൽ അവർ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ സമയം അവർ പരസ്പരം പറയും നിങ്ങൾ അവർക്ക് ഈമാൻ പ്രകടമാക്കി കൊടുക്കുകയാണോ? അവരെ പോലെയാണ് നിങ്ങളുടെയും വിശ്വാസമെന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തൗറാത്തിൽ വന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ നിങ്ങൾ മുസ്ലിംകളോട് തുറന്നു പറയുകയാണോ എന്നൊക്കെ അവർ പരസ്പരം സംസാരിക്കുമെന്നാണ്. അള്ളാഹു വെളിവാക്കി തന്നിട്ടുള്ള ഇത്തരം രഹസ്യങ്ങൾ നിങ്ങൾ എന്തിനാണ് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്? അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ശരിക്കും ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളോട് ന്യായം പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരം വർത്തമാനങ്ങൾ ഒരു കാരണമായി തീരും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം മുസ്ലിമുകളോട് സംസാരിക്കാനെന്നൊക്കെ യഹൂദികൾ പരസ്പരം സംസാരിക്കുകയാണ്. അവർ പരസ്പരം ഗുണദോഷിക്കുകയാണ്. സഹോദരങ്ങളെ, യഹൂദികളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി സത്യം എന്താണ് എന്ന് രേഖപ്പെട്ടു കിടക്കുകയാണ്.
എന്നിട്ട് ആ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള സത്യം സ്വീകരിക്കുന്നതിനുള്ള അവരുടെ അവസ്ഥ ഈ നിലക്കാണ് എങ്കിൽ, അതായത് യഹൂദികളിൽ വലിയ മഹത്വവും അതുപോലെ തന്നെ യഹൂദികൾ വലിയ ഒരു മതവുമായി പരിഗണിക്കുന്ന തൗറാത്തിന്റെ ആളുകൾ, ആ തൗറാത്തിന്റെ അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ള ആ ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അങ്ങനെ മുഹമ്മദ് നബിയെ ശരിക്കും തിരിച്ചറിഞ്ഞ ആളുകളെ അവരെന്ത് ചെയ്യുകയാണ്? തടയുകയാണ്. ആ മുസ്ലിമുകളാകേണ്ട ആവശ്യമില്ല, ഇസ്ലാം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് യഹൂദികൾക്ക് ഉണ്ടായിരുന്നത്. അവരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അറിയിക്കുന്നത്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഒരു റിപ്പോർട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. യഹൂദികൾ വിശ്വസിച്ചവരെ കണ്ടുമുട്ടിയാൽ അവർ ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന കാര്യം വിശ്വസിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തെ അറബികൾക്കിടയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നും യഹൂദികളിൽ ചിലർ മുസ്ലിമുകളോട് സമ്മതിക്കാറുണ്ട് എന്നാണ്. എന്നാൽ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ വെറും യഹൂദികൾ മാത്രമുള്ള സദസ്സിൽ അവർ പരസ്പരം ഈ രൂപത്തിൽ സംസാരിക്കുന്നതിനെ എതിർക്കുകയും അത് അവർക്ക് എതിരായി കൊണ്ടുള്ള ഒരു തെളിവായി മാറുകയും ചെയ്യുമെന്ന് അവർ പരസ്പരം ഉപദേശിക്കാറുണ്ടായിരുന്നു. കാരണം യഹൂദികൾ വരാനിരിക്കുന്ന പ്രവാചകനിലൂടെ അറബികളുടെ മേലുള്ള ഒരു വിജയം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അള്ളാഹു ആ പ്രവാചകനെ നിയോഗിച്ചത് അറബികളിൽ നിന്നാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് അത് യഹൂദികൾക്ക് പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർ പരസ്പരം ചർച്ച ചെയ്തിരുന്നു. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതാണ് സഹോദരങ്ങളെ ഈ 76-ാമത്തെ ആയത്തിന്റെ തഫ്സീറായി പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.